കണ്ണൂർ ഇരിട്ടിയിൽ കാറുകൾ കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു. മാപ്പിളപ്പാട്ട് കലാകാരനായ കണ്ണൂർ ഉളിയിൽ സ്വദേശി ഫൈജാസ് ആണ് മരിച്ചത്. സന്തോഷ് കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. സന്തോഷ്, എപ്പോഴാണ് അപകടമുണ്ടായത്? എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? മനു, അർദ്ധരാത്രി 12 മണിയോടുകൂടിയാണ് ഈ വാഹന അപകടം ഉണ്ടാകുന്നത്. ഇരട്ടിക്കടുത്ത പുന്നാട് വെച്ച് രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ ഇടിയുടെ ആഘാതത്തിൽ ഒരു കാർ പൂർണ്ണമായും തകർന്നു. ആ കാറിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു മാപ്പിളപ്പാട്ട് കലാകാരൻ കൂടിയായ ഉളിയിൽ സ്വദേശി ഫൈജാസ്. ഫയർഫോഴ്സ് എത്തി ഈ വാഹനം വെട്ടിപ്പൊളിച്ചതിന് ശേഷമാണ് ഫൈജാസിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ കാറുകൾ തമ്മിലുള്ള കൂട്ടിയിടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു. ഈ കാറിന്റെ അകത്ത് പെട്ടുപോയ നിലയിലായിരുന്നു ഫൈജാസ് ഉണ്ടായത്. ഫയർഫോഴ്സ് ആണ് എത്തി പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. ഈ അപകട കാരണം, രണ്ട് കാറുകൾ ഇങ്ങനെ കൂട്ടിയിടിക്കാനുള്ള അപകട കാരണത്തെ കുറിച്ച് വ്യക്തത വന്നിട്ടുണ്ടോ? അക്കാര്യത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ നല്ല വേഗതയിൽ വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണിത്. മട്ടന്നൂരിൽ നിന്നും ഇരിട്ടിയിലേക്ക് പോകുന്ന റോഡാണ്. അതുകൊണ്ട് തന്നെ അമിത വേഗത ഉൾപ്പെടെയുള്ള കാരണങ്ങളാണോ എന്നുള്ളതെല്ലാം പോലീസിന്റെ അന്വേഷണത്തിലൂടെയേ വ്യക്തമാവുകയുള്ളൂ. പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ശരി. മാപ്പിളപ്പാട്ട് കലാകാരനാണ് അപകടത്തിൽ മരണപ്പെട്ടത് എന്നത് അതിൻ്റെ സങ്കടം കൂടുതൽ ഇരട്ടിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് മരണമാണെങ്കിലും നമുക്ക് വലിയ സങ്കടമാണ്. വിവരങ്ങളാണ് നമുക്ക് സന്തോഷ് നൽകിയത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയേണ്ടതുണ്ട്. ഇനി അപകട കാരണം, അതായത് അമിത വേഗതയായിരുന്നോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതാണോ എന്നൊക്കെ പരിശോധിക്കുന്നു അധികൃതർ, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്.